അനുദിന ജീവിതം നിൻ ചുവടിൽ ആഴിയായാലും പതറുകില്ല. എൻ മനം കലങ്ങും വേളയിലെ എന്നെ കോരിയെടു നല്ലിടയാ. എൻ മനം കലങ്ങും വേളയിലെ എന്നെ കോരിയെടു നല്ലിടയാ. എൻ മനം കലങ്ങും വേളയിലെ എന്നെ കോരിയെടു നല്ലിടയാ. അനുഗ്രഹമായ നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി ആഗതരായിരിക്കുന്ന, ദൈവത്തെ ആരാധിപ്പാൻ അവസരങ്ങൾ കണ്ടെത്തിയ എല്ലാ ദൈവമക്കൾക്കും സ്നേഹനിധിയായ കർത്താവായ യേശുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ ഈ രാവിലെ വന്ദനമറിയിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു അവസരം ദൈവം നമുക്ക് നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ദൈവത്തിന്റെ ദയ നമുക്ക് അനുഭവിപ്പാനിടയായി. ദൈവത്തിന്റെ ദയ നിരന്തരം എന്ന ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ആ കർത്താവ് തന്റെ ദയയാൽ നമ്മെ വഴി നടത്തി. നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ ദൈവം സൂക്ഷിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിപ്പാനായി കടന്നു വന്ന ദൈവമക്കളെ, അതിനുള്ളതായ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, നാം എത്രയോ ധന്യരാണ്. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് അതിന് കഴിയാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ പരപ്രേരണയില്ലാതെ അതരങ്ങളെ തുറന്നു ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതോർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. അത് ചെയ്യുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം മഹത്വവാനാണെന്നും സ്തുതിക്കുന്നത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നീതിയുള്ള ദൈവമക്കൾക്ക്, നേരുള്ളവർക്ക് ഉചിതമാണെന്ന് അറിഞ്ഞു ദൈവത്തെ സ്തുതിച്ചാൽ അതിനൊരു പ്രത്യേക പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഈ ഭൂമിയിൽ ദൈവസന്നിധിയിൽ ദൈവമാക്കിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാന്, ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളെല്ലാം ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് കർത്താവ് ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കൂടിവരവുകളിലൊക്കെ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിശ്ചയിക്കപ്പെട്ടതായ പ്രാർത്ഥനകളിൽ സംബന്ധിപ്പാനും അനുഗ്രഹം പ്രാപിപ്പാനും ഒക്കെ ദൈവം നമുക്ക് സാവകാശങ്ങൾ നൽകിയല്ലോ. സർവശക്തനായ ദൈവം നമ്മെ ഇത്രത്തോളം വഴി നടത്തി. കർത്താവ് നമ്മെ പരിപാലിച്ചു. ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. തിരുമേശയുടെ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ദൈവം ചെയ്ത ഉപകാരങ്ങളെയും നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് അവസരം ആവശ്യമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ ഇന്ന് പകൽക്കാലം കൊണ്ടുവരാം. 54-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമുക്ക് വായിപ്പാനിടയായത്. ഒരു ചെറിയ സങ്കീർത്തനമാണ്, മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടതായ അതിലെ വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവവൈതലനെ ആശ്വസിപ്പിക്കുന്ന ഒത്തിരി വാക്കുകൾ അതിനകത്തുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സങ്കീർത്തനം പല ആവൃത്തി ദൈവസന്നിധിയിൽ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായപ്പോൾ ദൈവം എന്റെ മനസ്സിൽ തന്ന ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഹല്ലേലൂയ ദൈവം തന്നതായ വചനം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി 54-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി വായിക്കും. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു, കർത്താവ് എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ചിന്താവിഷയം അല്ലെങ്കിൽ താങ്ങുന്ന യഹോവ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിനെ താങ്ങുന്ന യഹോവ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ താങ്ങിയില്ലെങ്കിൽ നമുക്ക് ആർക്കും നിലനിൽപ്പില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരൊക്കെ താങ്ങാനുണ്ടെങ്കിലും ഹല്ലേലൂയ, അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് അത് അനുഗ്രഹമാകണമെന്നില്ല. സർവശക്തൻ നമ്മളെ താങ്ങുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഈ ഭൂമി നിലനിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം എല്ലാരെയും താങ്ങുമോ? എല്ലാവരെയും ദൈവം താങ്ങുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു ദൈവവൈതലിനെ താങ്ങണമെങ്കിൽ എന്താ അതിന്റെ യോഗ്യത? ദൈവത്തിന് സ്തോത്രം. ആരെയാ ദൈവം താങ്ങുന്നത്? എന്തിനാ ദൈവം താങ്ങുന്നത്?
അല്ലെ എങ്ങനെയാ ദൈവം താങ്ങുന്നത്? ഈ കാര്യങ്ങൾ ചില നിമിഷങ്ങൾ കൊണ്ട് വേഗത്തിൽ ഓർപ്പിച്ച് എന്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരെയാണ് താങ്ങുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാ ദൈവം നമ്മളെ താങ്ങുന്നത്? ആ ചിന്തയിലേക്ക് നമ്മൾ ആദ്യം പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഒരു ദൈവവൈതലിനെ താങ്ങുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുവരാം. 42-ന്റെ 1-ാമത്തെ വാക്യം. അപ്പൊ എന്തുകൊണ്ട് ദൈവം ഒരാളെ താങ്ങുന്നു എന്നതിന്റെ മറുപടി അവിടെ കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉള്ളം ഒരാളിൽ പ്രസാദിച്ചാൽ ആ വ്യക്തിയെ ദൈവം എന്ത് ചെയ്യും? താങ്ങുവാനിടയായിത്തീരും. ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കണം. ദൈവം നമ്മിൽ പ്രസാദിക്കണം. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ ജീവിതത്തിന്റെ ഇടപാടിൽ ദൈവം പ്രസാദിച്ചാൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? താങ്ങും. അതാണ് നമ്മളവിടെ വായിച്ചത്. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. ദൈവമക്കളെ, ഈ ഭൂമിയിൽ എത്ര ആശ്വാസകരമായ ഒരു വചനമാണ് നമുക്കത് കാണുവാനായി കഴിയുന്നത്. ഞാൻ താങ്ങുന്ന, അല്ലെ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അല്ലെ, എന്റെ പൈതലിനെ, എന്റെ ദാസനെ, എന്റെ ദാസിയെ ഞാൻ താങ്ങുന്നവനാ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ അല്ലെ താങ്ങുവാൻ ഒരു മനുഷ്യരുമില്ലെങ്കിലും ദൈവം എന്നെ താങ്ങുന്നു എന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. അതാ നമ്മൾ നിലനിന്നതിന്റെ കാരണം. ഹല്ലേലൂയ. പലരും താങ്ങിയ കരം വലിച്ചു മാറ്റിയപ്പോൾ, പലരുടെയും കൈ വലിച്ചപ്പോൾ, അല്ലെ, നാം വീണില്ല, നാം തകർന്നില്ല. പലരും ചിന്തിച്ചു, ഞാൻ കൈ വലിച്ചാൽ അവൻ തകരും, അവൾ തകരും, ആ കുടുംബം തകരുമെന്നൊക്കെ ചിന്തിച്ചു. ഒരു പക്ഷേ അവരൊക്കെ കാത്തിരുന്നപ്പോഴും ഒന്നും സംഭവിക്കാതെ, ഒരു ഭയവും സംഭവിക്കാതെ, ഒരു തിന്മയും സംഭവിക്കാതെ നാം നിന്നതിന്റെ കാരണം അല്ലെ ദൈവം നമ്മിൽ പ്രസാദിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. നാം ആയിരുന്നതായ ദേശത്ത്, നാം ആയിരുന്ന ജോലിയില്, നമ്മളായിരുന്ന ഓരോ ഇടങ്ങളിലും, ഹല്ലേലൂയ, വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും അല്ലെ കുടുംബജീവിതത്തിലാണെങ്കിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ചു വന്നപ്പോൾ അവിടെ എല്ലാം അല്ലെ നിലനിന്നതിന്റെ കാരണം ഇന്നു പകൽ യഹോവ നമ്മെ താങ്ങിയത് കൊണ്ട്. അതറിയുന്ന ദൈവമക്കളെ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ നമ്മെ താങ്ങിയെന്ന്, എന്നെ ദൈവം താങ്ങുന്നുണ്ടെന്ന് ഇന്നും ഞാൻ അത് അറിയുന്നെന്ന്, ഇന്നും ഞാൻ അത് അനുഭവിക്കുന്നത് ഹല്ലേലൂയ പറയുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മെ താങ്ങണമെങ്കിൽ ദൈവത്തിന്റെ ഉള്ളം നമ്മിൽ പ്രസാദിക്കണം. ദൈവത്തിന്റെ ഉള്ളം പ്രസാദിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ഉള്ളം പ്രസാദിക്കുന്ന നിലയിൽ നമ്മൾ ജീവിച്ചാൽ ഹല്ലേലൂയ ദൈവം അല്ലെ നമ്മിൽ പ്രസാദിക്കാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ ചിന്ത അതാണ്. ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുന്നവനെ ഹല്ലേലൂയ ദൈവം താങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, ദൈവം നമുക്ക് തരുന്ന ജീവിതത്തിൽ രഹസ്യവും പരസ്യമായ അനുഭവങ്ങളിൽ, ഹിസ്കിയാവ് ഒരിക്കൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. നമുക്കറിയാം, കർത്താവേ, ഞാൻ എങ്ങനെ നിന്റെ മുൻപാകെ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തെന്ന് ഒന്ന് ഓർക്കണമേ. ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാത്തതാ മനുഷ്യ ജീവിതം. കൊതി തീരാത്തവനാ മനുഷ്യൻ. ഹല്ലേലൂയ. എത്ര ജീവിക്കാൻ അവസരം കിട്ടിയാലും ആ ദിവസങ്ങളെ ആഗ്രഹിക്കുന്നവനാ. മരിച്ചാൽ കൊള്ളാമെന്ന് പറയുന്ന ആളുകളോട് പോലും എന്നാൽ അതിനുള്ളതായ കാര്യങ്ങൾ ക്രമീകരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അല്പം കൂടെ കഴിയട്ടെ. മരണത്തിന് വേണ്ടി കൊതിയുണ്ട്, ദാഹമുണ്ട്. പക്ഷേ അവരും പറയുന്ന അല്പം കൂടെ കഴിയട്ടെ, അല്പം കൂടെ എനിക്ക് ജീവിക്കണം, അല്പം കൂടി ഈ ഭൂമിയിലായിരിക്കണം, എന്തോ ചിലത് നേടുവാൻ, ചിലത് പ്രാപിക്കാൻ. ഒരു ലോക മനുഷ്യനും അങ്ങനെയുള്ളൊരു ചിന്തയുള്ളപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഭൂമിയിലായിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാ. ദൈവം ഒരുക്കുന്ന കാലങ്ങൾ ശുഭതയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചാൽ ഹല്ലേലൂയ ദൈവം നമ്മളെ താങ്ങിയാൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ താങ്ങണമെങ്കിൽ ഒന്നാമത് അവന്റെ ഉള്ളം നമ്മിൽ പ്രസാദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭക്തൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ
അല്ലെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരനുഭവം, പറ്റിയിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, മാനിപ്പാൻ ദൈവം ശക്തനാ, ആദരിപ്പാൻ ദൈവം മതിയായവനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് അല്ലെ ഒരു ഭാരമെന്ന് തോന്നുമ്പോൾ ദൈവത്തോട് ഉള്ളം പറ്റിയതായ ദൈവവൈതലിനെ ഒരിക്കലും ദൈവം മറക്കുകയില്ല, അവനെ കൈവിടുകയില്ല, അവനെ ഉപേക്ഷിക്കുകയില്ല. അതാ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്, ദൈവം പ്രസാദിച്ചാൽ നമുക്കൊരു നിലനിൽപ്പുണ്ട്. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. 41 സങ്കീർത്തനം അതിന്റെ 12 വാക്യം. 41 സങ്കീർത്തനം അതിന്റെ 12 വാക്യത്തിൽ അല്ലെ രണ്ടാമത് ദൈവം നമ്മെ താങ്ങുന്നത് എന്തുകൊണ്ട് എന്നവിടെ കാണുവാൻ കഴിയുന്നു. വായിക്കും. നീ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം. ഹല്ലേലൂയ. അപ്പൊ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിഷ്കളങ്കനെ നോക്കിക്കൊള്ളുക. ഹല്ലേലൂയ. നേരുള്ളവനെ കുറിക്കൊള്ളുക. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകൾ നിഷ്കളങ്കനോടുള്ള ബന്ധത്തിൽ, നേരുള്ളവനോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. നീ എന്റെ നിഷ്കളങ്കത്വ നിമിത്തം. 101 സങ്കീർത്തനത്തിൽ പറയും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ എന്ത് ചെയ്യും? ഒരു നീചകാര്യം ഞാൻ എന്റെ കണ്ണിന്റെ മുമ്പിൽ വെക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ ഹല്ലേലൂയ പകയ്ക്കുന്നു, ഉപേക്ഷിക്കുന്നു. അപ്പൊ നിഷ്കളങ്കത്വം. ഹല്ലേലൂയ. നമ്മുടെ വാക്കില്, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ ഒരു നിഷ്കളങ്കത്വം ഉണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മെ താങ്ങാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തണ്ട, ദൈവത്തെ ബോധ്യപ്പെടുത്താൻ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എന്റെ നടപ്പ് ഞാൻ നിന്റെ മുൻപിൽ എന്ത് ചെയ്യും? തെളിയിക്കും. ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ല തെളിയിക്കേണ്ടത്. അത് തെളിയിച്ച് രക്ഷപ്പെടാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. 100 പേരെയും ഒരു സ്ഥാപനത്തിൽ 100 പേരുണ്ടെങ്കിൽ ഒരു 100 പേരെയും തൃപ്തിപ്പെടുത്തി ആ കമ്പനി നടത്താൻ ഒരാളെ കൊണ്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഉപദേശിമാരായ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു സഭയിലെ 100% ദൈവമക്കളെയും തൃപ്തിപ്പെടുത്തി ശുശ്രൂഷിക്കാൻ പാസ്റ്റർ എപ്പോഴും വന്നുപോയി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരാണെങ്കിൽ സ്ഥിരമായി ഒരു വീട്ടിൽ ആരാധന കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ അതിൽ ഭാരം തോന്നുന്ന വിശ്വാസികളുണ്ട്. അപ്പൊ അവര് ചിന്തിക്കുന്നത്, സ്ഥിരമായി അവര് ഭക്ഷണമൊക്കെ കൊടുത്ത് പാസ്റ്ററെ കയ്യിലങ്ങ്. അപ്പം വേറൊരാള് പറയും, ഇനിയും മുതൽ എന്റെ വീട്ടിൽ. അപ്പൊ ദൈവദാസൻ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ ഹല്ലേലൂയ ആദ്യത്തെ ആളിന് ഹല്ലേലൂയ ദൈവദാസനോട് പിണക്കാം. ഹല്ലേലൂയ. പിന്നെ അവരെല്ലാം ഞങ്ങളുടെ കുറ്റം പറയും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ജീവിക്കാൻ തരുന്ന ആയുസ്സിൽ ഹല്ലേലൂയ ഒരു നിഷ്കളങ്ക ഹൃദയം നമുക്കുണ്ടാകട്ടെ. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാവൽക്കാർ നമ്മൾ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ആ ഉപനിധി, ആ കയ്യിലുള്ള നിധി, ആ ദൈവകൃപ അത് നഷ്ടപ്പെടുത്തി കളയാതെ. ഹല്ലേലൂയ. കർത്താവ് നമ്മിൽ പകർന്ന അഭിഷേകം, കർത്താവ് നമ്മിൽ പകർന്ന ദൈവകൃപ അത് നഷ്ടപ്പെടാതെ നോക്കേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക്. ഒരുപക്ഷെ നമ്മൾ പറയും, ഞാനിങ്ങനെ ആയതിന്റെ കാരണം ഇന്ന വ്യക്തിയാണ്, എന്റെ ജീവിതം ഇങ്ങനെ ആയതിന്റെ കാരണം ഇന്നയാളാ. ദൈവത്തിന് സ്തോത്രം. ചൂണ്ടിക്കാട്ടാൻ നമുക്ക് ഒത്തിരി ആളുകൾ കാണും, ചൂണ്ടിക്കാട്ടാൻ ഒത്തിരി വ്യക്തികൾ കാണും. പക്ഷേ നിന്റെ ആത്മീക ജീവിതത്തിന്റെ കാവൽക്കാരെയായി ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയും, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? കാര്യവിചാരകത്തിന്റെ കണക്ക് ദൈവം നമ്മോടാ ചോദിക്കുന്നത്. അല്ലല്ലോ, അറിഞ്ഞില്ലെന്നോ കേട്ടില്ലെന്നോ അതനുസരിക്കാൻ പറ്റിയില്ലെന്നോ പറയരുത്. ജീവിതത്തിൽ ദൈവം തന്നതായ കൃപയ്ക്കൊത്തവണ്ണം ആ നിഷ്കളങ്കതയോടെ ജീവിപ്പാൻ ആവോളം മനസ്സുവെക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, നിഷ്കളങ്കത മനുഷ്യനെ അല്ല ബോധ്യപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനം 18 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം എന്റെ ജീവിതത്തിന്റെ പരമാർത്ഥതയ്ക്കനുസരിച്ച് ദൈവം എനിക്ക് പകരം തന്നു, പ്രതിഫലം തന്നു. ഹല്ലേലൂയ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവ പൈതലിനെ എന്തുകൊണ്ട് ദൈവം താങ്ങുന്നു എന്നുള്ളതാ.
ഒന്നാമത്, ദൈവം പ്രസാദിച്ചത് കൊണ്ട്, അവന്റെ ഉള്ളത്തിൽ, അവന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നത് കൊണ്ട് ദൈവം അവനെ താങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, അവന്റെ നിഷ്കളങ്കത്വം നിമിത്തം. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി കളയാതെ അത് സൂക്ഷിപ്പാനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനിയും ദൈവം നമ്മളെ എന്തിനാ ഇങ്ങനെ താങ്ങുന്നേ? എന്തിനാ ദൈവം നമ്മളെ താങ്ങുന്നേ? അല്ലെ, സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം വായിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 116 വാക്യം. 119 ഹല്ലേലൂയ 116 വാക്യം. അപ്പോ കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ഒരു വചനമാണ് നമുക്ക് ഹല്ലേലൂയ ചിന്തിപ്പാനായിട്ടിടയായത്. നാം അന്വേഷിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? അല്ലെ, ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ടിടയായി. ഇന്നു പകലും ഈ വചനത്തോടുള്ള ബന്ധത്തിലും നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ എന്റെ ദൈവം എന്നെ എന്ത് ചെയ്യണം? താങ്ങണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമൈതലേ, ഇന്നു പകലും ഞാൻ ആരോഗ്യത്തോടായിരിക്കുന്നതിന്റെ ആ കാരണം യഹോവ എന്നെ താങ്ങിയത് കൊണ്ട്. അനർത്ഥം എന്റെ മുമ്പിൽ ഞാൻ കണ്ടപ്പോ, അനർത്ഥത്തിൽ ഞാൻ അകപ്പെട്ടപ്പോ, ശത്രു എന്റെ നേരെ എഴുന്നേറ്റപ്പോ, അപകടങ്ങൾ മുമ്പിൽ കണ്ടപ്പോ ഭയന്നൊരു ഭവിക്കുമോ എന്ന് ഞാൻ ഭാരപ്പെട്ട വേളകളിലൊക്കെ തകർന്നുപോയി എന്നും ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ എനിക്ക് കഴിയുകയില്ലെന്നോ, നമ്മുടെ സാഹചര്യവും ശരീരവും നമ്മുടെ രോഗവും ഒക്കെ വിധി പറഞ്ഞപ്പോ, അതിന്റെ നടുവിലൊക്കെ ദൈവം നമ്മെ താങ്ങിയത് ജീവിച്ചിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് ചില ആഴ്ചയുടെ, ചില ദിവസങ്ങളിലൂടെ, ചില മാസങ്ങളിലൂടെ, ചില വർഷങ്ങളിലൂടെ ഈ ഭൂമിയിൽ നാം ആയിരിക്കണമെന്നുള്ളത് എന്റെ ദൈവത്തിന്റെ നീതിയായിരുന്നു, ദൈവത്തിന്റെ പ്ലാനായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ അതിനിടയിൽ തകർക്കുവാനായി ആ രോഗം നമുക്കെതിരെ എഴുന്നേറ്റു. രോഗം നമ്മെ കാർന്നു പിടിച്ചു. ആ രോഗത്തിന്റെ കെടുതികൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരുപക്ഷെ ശരീരഭാഗത്തെ ആരോഗ്യത്തെ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞപ്പോ, തിന്നു കളഞ്ഞപ്പോ ലോകവൈദ്യന്മാര് പറഞ്ഞു, ഇനിയും ഇത്ര നാളൂടെ മാത്രം, ഇത്ര ദിവസങ്ങൾ കൂടെ മാത്രം. ഹല്ലേലൂയ. മനുഷ്യൻ സ്പേസിലേക്ക് ഉയർത്തിവിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപഗ്രഹത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് പോലെ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുക, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ആ വിധി എഴുത്തുകളും നമ്മുടെ നേരെ നോക്കി പറഞ്ഞ അത് കേട്ട ചിലരെങ്കിലും ഇതിനകത്തുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് എത്ര നല്ലവനാ! ആ വചനപ്രകാരം ദൈവം നിന്നെ താങ്ങിയില്ലേ? ഈ പകലും നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോ ആ കർത്താവിനെ ശക്തിയോട് ഒന്ന് കരം ഉയർത്തി സ്തുതിപ്പാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് നേരെ വന്നപ്പോ ഹല്ലേലൂയ, അടുത്ത നിമിഷം ഞാൻ കാണുമോ, അടുത്ത ദിവസം ഞാൻ കാണുമോ? ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഭവനത്തിലായിരിക്കുമ്പോ എന്റെ വീട്ടിലുള്ളവർ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിച്ചു പോയപ്പോ നമ്മളൊക്കെ നിലവിളിച്ച ഒരു നിലവിളിയുടെ ശബ്ദം ഇതാ: അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ. അങ്ങനെ നിലവിളിച്ചപ്പോ ആ നിലവിളി കേട്ട് ഒരു അസാധാരണ ദൈവകൃപ നമ്മിലേക്ക് വ്യാപരിച്ച് നാം അറിയാത്ത ഒരു ശക്തി നമ്മുടേതായ സ്ഥിരകളിലേക്ക്, നമ്മുടെ അവയവങ്ങളിലേക്ക്, നമ്മുടേതായ ശരീരത്തിലേക്ക് വ്യാപരിച്ചു എങ്കിലോ, അത് നമ്മെ നിലനിർത്തിയെങ്കിലോ, ഈ പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമൈതലേ, ആ ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിപ്പാൻ മതിയായതാണ്. ആ ദൈവശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരാൻ ദൈവം വിശ്വസ്തന. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലായിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുമ്പോൾ അവർ പറയത്തില്ല. ഒരുപക്ഷെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട്, മാതാപിതാക്കൾ ഒഴിച്ചുള്ള മറ്റുള്ള സ്നേഹിക്കുന്ന ദൈവദാസന്മാരോടോ ദൈവമക്കളോടോ പറയും, എന്റെ ജോലിക്കൊരു അല്പപ്രയാസമുണ്ട്, പ്രാർത്ഥിച്ചോണം. മാതാപിതാക്കളോട് പറയാത്ത സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കാരണം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ യോജിച്ചതായതുകൊണ്ട് അവർ വല്ലാതെ ഹല്ലേലൂയ പതറുമെന്നറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയും, പ്രാർത്ഥിച്ചോണം.
അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ എൻ്റെ ജോലിക്കെതിരെ ഒരു ഭീഷണിയുമുണ്ട്, അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പായിച്ചു കളയുമെന്ന് പറയുന്ന ആളുകളുണ്ട്, നിന്നെ ഇവിടെ നിർത്തത്തില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്, ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ നിന്നെ ഇവിടെ കെട്ടിക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ജോലിയിൽ മാത്രമല്ല, ഒരുപക്ഷെ നാം പാർക്കുന്ന ദേശത്തും ചിലപ്പോൾ അതുപോലെ പറയുന്നവരുണ്ട്. നിന്നെ ഈ ദേശത്തുനിന്ന് ഞാൻ ഓടിച്ചു കളയുമെന്നൊക്കെ പറയുന്നവർ കണ്ടെന്നിരിക്കാം. പക്ഷേ അവിടൊക്കെ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്ന ആ ഒരു ദൈവ പൈതലായി ഞാൻ ജീവിച്ചിരിക്കുമെന്ന്, അല്ല ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ കാണുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്തു. വചനപ്രകാരം ദൈവം നമ്മെ താങ്ങി. ഈ പകൽക്കാലവും ദൈവം നമ്മെ താങ്ങിയത് ഓർത്ത്, അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലകളിലൊക്കെ ദൈവം നമ്മെ താങ്ങുന്നു. ഇനി എങ്ങനെയാ ദൈവം നമ്മെ താങ്ങുന്നത്? ഒന്ന് രണ്ട് പദപ്രയോഗങ്ങൾ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അടുത്തത് എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട്. 63-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം കൂടെ വായിച്ചേ. 63-8. നിന്റെ വലങ്കൈ. ഹല്ലേലൂയ. എങ്ങനെയാ താങ്ങുന്നേ? ഹല്ലേലൂയ. ആ വലങ്കൈ, ഈ വലങ്കൈയുടെ സവിശേഷത എന്താ? യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വലങ്കൈ കൊണ്ടാ കർത്താവ് നമുക്ക് താങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് അത് ഭയങ്കരമാ. ഈ കരമാണ് യഹോവ നമ്മെ താങ്ങുന്നത്. ഹല്ലേലൂയ. പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്, സംഹരിക്ക എന്ന് അവൻ ശത്രുവിനെ കുറിച്ച് കൽപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, നമ്മളെ താങ്ങിയത് ഈ യഹോവയുടെ കരമല്ലേ? കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ഈ കരം നമ്മെ സൂക്ഷിച്ചത്, അല്ലെ ഇത് നമ്മെ പരിപാലിച്ചത്, അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ തന്റെ നീതിയുള്ള കരങ്ങൾ കൊണ്ട് അവൻ നമ്മെ താങ്ങിയ ദൈവമാണ്. ഹല്ലേലൂയ. ഒത്തിരി വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ദയ എന്നെ താങ്ങി. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. 37-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം. അവൻ വീണാലും, അപ്പൊ അവൻ എന്ത് സംഭവിക്കും? വീഴും. എങ്ങനെ വീഴും? ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി. അപ്പൊ തള്ളുന്ന ആരാ? ഹല്ലേലൂയ. ഒരു എതിരാളി, ഒരു വൈരി എന്റെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ, ഞാൻ ആയിരിക്കുന്നതായ ആ കൃപയിൽ നിന്ന് തള്ളിയിടാൻ, ദൈവം എനിക്ക് വേണ്ടി വെച്ചതായ ആ വിരുദിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ നിന്ന് അല്ലെ എന്നെ നിവദിക്കുവാൻ അല്ലെ തള്ളുന്ന പ്രത്യേക സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ വീഴാൻ തുടങ്ങുമ്പോൾ നിലംപരിയാകാതെ എന്നെ കൈപിടിച്ച് താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന്റെ കരം എന്നെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ വീഴുവാൻ ദൈവം സമ്മതിക്കയില്ല, ഞാൻ തകരുവാൻ ദൈവം സമ്മതിക്കയില്ല, ഞാൻ താഴുവാൻ എന്റെ ദൈവം സമ്മതിക്കയില്ല. ഈ രാവിലെ കരം എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, ഞാൻ പിടിച്ചതല്ല, അവൻ എന്റെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. നിന്റെ വലങ്കൈ എന്നെ പിടിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനം 73 കാണുന്നത് പോലെ ആ കരങ്ങൾ കൊണ്ട് ദൈവം നമ്മെ പിടിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ ഈ നിലയിലൊക്കെ കൈയൊക്കെ പിടിച്ച നമ്മളെ താങ്ങി നമ്മളെ സൂക്ഷിക്കുന്നത് എന്തിനാന്ന് ഇവിടെ നിന്ന് ഓർക്കണം. ദൈവം എന്നെ താങ്ങുന്നത് എന്തിനാ? ഹല്ലേലൂയ. ഞാൻ അങ്ങ് നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, അതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ താങ്ങുന്നത് ഞാൻ വീഴാതിരിക്കാൻ വേണ്ടിയാ, ശരിയാ. എന്റെ കുടുംബം നിലനിൽക്കാൻ വേണ്ടിയാ, അതും ശരിയാ. പക്ഷേ താങ്ങുന്നതിന് അതിനപ്പുറത്ത് ഹല്ലേലൂയ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 50-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ. അപ്പൊ ദൈവം എന്നെ താങ്ങുന്നത് എന്തിനാണെന്നറിയാമോ? തളർന്നിരിക്കുന്നവനെ ഞാൻ എന്തോ ചെയ്യണം? താങ്ങണം.
എന്റെ ഉത്തരവാദിത്വം. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാ, ഞാനും ചിലരെ എന്ത് ചെയ്യണം? താങ്ങണം. മുഖം വാടിയിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോ, ഭാരത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോ, ഹല്ലേലൂയ, വേദനിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോ, ഒരാൾ സങ്കടത്തോടുകൂടെ എഴുന്നേറ്റൊരു സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോ, ഹല്ലേലൂയ, എന്താ കാര്യമെന്നൊന്ന് സ്നേഹത്തിലൊന്ന് അറിയുവാൻ, ഹല്ലേലൂയ, അതറിഞ്ഞ് ഒരാശ്വാസ വാക്ക് പറയാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനും കൂടെ പ്രാർത്ഥിക്കാം, ഞാനും കൂടെ ഉപവസിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ദൈവം വലിയവനാ. അങ്ങനെ തളർന്നിരിക്കുന്ന ഒരു സാക്ഷ്യം പറയുന്ന വ്യക്തിക്ക് 4 പേര് സപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്താ ആശ്വാസം എന്നറിയാമോ? ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയപ്പെട്ടവരെ, വാക്കുകൊണ്ട് താങ്ങുവാൻ, തളർന്നിരിക്കുന്നവന് താങ്ങുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. ദൈവം നമ്മെ വിളിച്ചു വാതിരിച്ചതാ. അതറിഞ്ഞു ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതറിഞ്ഞു ചെയ്യുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഭാരമെന്ന് കാണുമ്പോൾ, ഒരു വേദനയെന്ന് കാണുമ്പോൾ, ഒരു നിരാശയുടെ അനുഭവം മുഖത്ത് ഉണ്ടെന്ന് തോന്നുമ്പോൾ അതൊന്നറിയാൻ, അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ, ഹല്ലേലൂയ, സാരമില്ലെന്ന് പറയാൻ, നമ്മുടെ കർത്താവ് സഹായിക്കുമെന്ന് പറയാൻ, ഹല്ലേലൂയ, ദൈവം അതിനകത്ത് നിന്ന് ഒരു വാക്കൊന്ന് ഉരുവിടാൻ. വേദപുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ എടുത്തു വായിക്കാൻ എല്ലാവർക്കും ഒരു പക്ഷേ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ നമ്മൾ സ്നേഹത്തോടുകൂടെ ഒരു വാക്ക് പറയുമ്പോ, ദൈവവചനം ഇങ്ങനല്ലേ പറയുന്നേ? അല്ലെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, ഇനി ഒരു ദൈവദാസനാണെങ്കിൽ ഒരു ദൈവദാസനെ, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വിഷയത്തിൽ ദൈവം ഒരു പരിഹാരം തരും എന്ന് പറഞ്ഞ് സഹായിപ്പാൻ നമ്മൾ ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായി ഒരു ചിന്ത ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ മറ്റുള്ളവരെ താങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മളെ താങ്ങാൻ ദൈവം ചിലരെ ഒരുക്കും. ഹല്ലേലൂയ. വാക്കുകൊണ്ട് മാത്രമല്ല, നമുക്ക് ദൈവം തന്നതായ നന്മ കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെ മറ്റുള്ളവരെ താങ്ങാൻ നമ്മൾ തയ്യാറായാൽ, നമ്മെ താങ്ങാൻ നമ്മുടെ പ്രയാസത്തിന്റെ നടുവിൽ ചിലരെ ദൈവം എന്ത് ചെയ്യും? ഒരുക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. 9-ാം അധ്യായം, അതിനകത്തെ പശ്ചാത്തലം നമുക്കറിയാം. ഹല്ലേലൂയ. മെഫീബോശെത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദാവീദ് കരുണ കാണിക്കുന്ന ഒരു ചരിത്ര ഭാഗമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ഒന്ന് വായിച്ചു, 1-2 വാക്യം. മതി. സീബ എന്ന് പറയുന്ന ഈ ഭൃത്യൻ പറയുകയാണ്, ശൗലിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ബലഹീനതയുള്ള ഒരു മനുഷ്യൻ ഉണ്ട്. അവനോട് ചെയ്തതൊക്കെ നമുക്കറിയാം. ഞാൻ ഒത്തിരി ആ ഭാഗം സംസാരിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജാവ് ഇവനെ വരുത്തി അവനോട് പറഞ്ഞു, നീ എന്റെ മേശയിൽ നിന്ന് എന്ത് ചെയ്യണം? ഭക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് സീബയോട് പറഞ്ഞു, നിന്റെ യജമാനനുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുക? മടക്കി തരികയാ, ഞാൻ വിട്ടു തരികയാ. നീയും നിന്റെ ആൾക്കാരും ഒക്കെ അതിനകത്ത് അധ്വാനിച്ച് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ സീബ ഈ കാര്യം കേട്ടപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി. ഈ ദാവീദ് ഈ കുടുംബത്തോട് കാണിച്ച കരുണ എത്ര വലിയതാ. ഒരുപക്ഷെ മരണയോഗ്യരായിരിക്കുന്ന ഇവരെ സംഹരിച്ചു കളയേണ്ടതിന് പകരം ഹല്ലേലൂയ അവരോട് എന്ത് ചെയ്തു? കരുണ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ആ വാക്ക് ദൈവമക്കൾ ഓർക്കണം. നമ്മൾ ചിലരെ താങ്ങിയാൽ നമ്മളെ താങ്ങാനും ദൈവം ചിലരെ എന്ത് ചെയ്യും? ഒരുക്കും. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് ദൈവമക്കൾ ഒന്ന് വന്നാട്ട്. 16-ാം അധ്യായം 2 ശമൂവേൽ 16-ന്റെ 1 മുതലുള്ള വാക്യം താഴോട്ട് വായിച്ചു. കഴുതയ്ക്ക് കോപ്പിട്ട ആ കഴുതകളുമായി തന്റെ എതിരെ വരുന്നത് കണ്ടു. അടുത്ത രാജാവ് സീബയോട് ഇത് എന്തിനെന്ന് ചോദിച്ച സീബ കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കയറുവാനും ശ്രദ്ധിക്കണമേ,
നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ യഹോവ എന്നോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, നീ ചിലരുടെ പ്രാണനെ താങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കഷ്ടതയുടെ വേളയിൽ നിന്നെ താങ്ങാൻ ചിലരെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പോലും രാജാവ് ചിന്തിച്ചില്ല ഒരു ഭൃത്യൻ എന്നെ താങ്ങാൻ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കണക്കൂട്ടലല്ല, ദൈവത്തിന്റെ കണക്കൂട്ടല്. അല്ലെ, കർത്താവിന്റെ നാമത്തിൽ നീ വിതച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചിലതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഭാരം വരുമ്പോ, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ഒരു കണ്ണിനും ദയ തോന്നാതിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും പ്രതികൂലമായി കൊട്ടാരവും സിംഹാസനവും താൻ നേടിയെടുത്തതും ദൈവം നൽകിയതും മുഴുവൻ ഉപേക്ഷിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ തന്റെ കൂടെയുള്ള ആളുകൾക്ക് കയറുവാൻ ഒരു വാഹനമൃഗമില്ല, അവരുടെ വിശപ്പടക്കുവാൻ അവർക്ക് ഏതുമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയങ്ങളുടെ പരമാർത്ഥത അറിയുന്ന സ്വർഗത്തിലെ ദൈവം, ദാവീദേ, നിന്നെ അവൻ കടക്കാരനല്ല, നിന്നെ മാനിപ്പാൻ അവൻ മതിയായവന്, നിന്നെ സഹായിപ്പാൻ അവൻ മതിയായവന്. നീ അറിയാത്തതായ സമയത്ത്, നീ അറിയാത്തതായ തരത്തിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറുവാനായി നിന്റെ എതിരെ ദൈവം ചിലത് ഒരുക്കി കൊണ്ടുവരാൻ വിശ്വസ്തന്. ഈ വചനഭാഗം ഞാൻ അവസാനിപ്പിക്കുമ്പോ ഇന്ന് പകൽ ദൈവജനത്തോടൊരു ദൂത് പറയുവാൻ ആത്മാവിലൊരു പ്രേരണയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ മറ്റുള്ളവരെ താങ്ങുവാൻ മനസ്സ് കാണിച്ച ദൈവപൈതലേ, ഇന്നിന്റെ അനുഭവത്തിൽ നീ ദുഃഖിക്കുമ്പോൾ, ഇന്നിന്റെ അനുഭവത്തിൽ ഒന്നുമില്ലാത്തവളെ പോലെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിച്ച ഒരു പ്രത്യേക അവസ്ഥയുടെ നടുവിൽ നീ വേദനിക്കുമ്പോൾ നിന്നെ താങ്ങുവാൻ ചിലരെ ദൈവം ഒരുക്കും, നിന്നെ താങ്ങുവാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. അറിയാത്ത ചിലരിലൂടെ അറിയാത്ത ചില വഴികളെ ഒരുക്കി നിന്നെ മാനിപ്പാനിന്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു ഭൃത്യൻ അതിനുവേണ്ടി തയ്യാറായി. ഹല്ലേലൂയ. അവൻ ഈ പറയപ്പെട്ട സാധനങ്ങളുമായിട്ടൊക്കെ രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ചില ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കും, ഇവരെനിക്ക് എന്ത് ഉപകാരം ചെയ്യാനാ, ഇവരെനിക്ക് വേണ്ടി എന്ത് നന്മ ചെയ്യാനാ, ഇവരെനിക്ക് വേണ്ടി എന്ത് ഗുണം ചെയ്യാനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. അവന്റെ നാമത്തിൽ എന്തെങ്കിലും നിന്റെ ചെറുവരലെങ്കിലും അനക്കി അല്ലെ ചലിപ്പിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ നന്മ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആ വിടുതൽ ഒത്തിരി അനുഭവിപ്പാൻ കൃപയാൽ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാർക്ക്, ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ, അനുഭവമുള്ള പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ പറയും, കഴിഞ്ഞ നാളുകളിൽ യഹോവ എന്നെ പല നിലകളിൽ താങ്ങിയിട്ടുണ്ട്. എന്റെ ഭാരത്തിന്റെ വേളയിൽ, എന്റെ വേദനയുടേതായ നടുവിൽ, ഒരുപക്ഷെ എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയെന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, എല്ലാ വഴികളും ദുഷ്ടൻ അടച്ചു കളഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ അറിയാത്ത കരങ്ങളെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി, ഞാൻ അറിയാത്ത കരങ്ങളെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടെ ദൈവം ഒരു വിടുതൽ എനിക്ക് വേണ്ടി തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമൈതലേ, ഈ പകൽക്കാലം ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കുമ്പോ ആവർത്തിച്ച് പറയാൻ ഒരു ആത്മനിയോഗമുള്ളത് കൊണ്ട് പറയട്ടെ. ഹല്ലേലൂയ. നിനക്കുള്ള ചില വിടുതലുമായി എതിരെ വരുന്ന ചില പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. നിനക്കെതിരെ നിന്റെ ജീവിതത്തിന്റെ ഇന്നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിന് ദൈവം ചില സീബാമാർ, ദൈവം അയക്കുന്ന ചില വ്യക്തിത്വങ്ങൾ നിനക്ക് എതിരായി, നിനക്ക് നേരെ അല്ല വരുത്തി തന്നു എന്ന് പറയത്തക്ക നിലയിൽ ഈ പകൽക്കാലം ദൈവം ഒരുക്കി അയക്കുന്നു എന്ന് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുക. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ, എന്റെ ദൈവം അതിശയങ്ങളുടെ ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുമ്പോ, കർത്താവേ, അതിനൊരു വഴിയും കാണുന്നല്ലോ, വിശ്വാസത്താൽ ഞാൻ വാക്കുകൊടുത്തല്ലോ, വിശ്വാസത്താൽ ഞാൻ തുടക്കം കുറിച്ചല്ലോ, വിശ്വാസത്താൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടല്ലോ, പക്ഷെ എങ്ങനെ തീർക്കുമെന്ന് അല്ല എനിക്കറിയുകയില്ല. കർത്താവേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വഴി തുറക്കാമെന്ന്. ഇന്ന് ഈ പകലും അതിന് വഴി തേടി ഹല്ലേലൂയ ഭാരപ്പെടുമ്പോ ഈ വചനത്തിലൂടെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനെതിരായി അല്ല
ഹല്ലേലൂയ, ദൈവം ഒരുക്കി അയക്കുന്ന ചില നന്മകളുണ്ട്. ഹല്ലേലൂയ, അത് നിന്റെ നേരെ നടന്നു വരുന്ന, നിന്റെ നേരെ കടന്നു വരുന്ന ആ അവസരങ്ങൾ നീ കാണുകയാ. ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും ഞാനത് പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ദൈവത്തെക്കുറിച്ച് എത്ര പറയുന്നതിനും എനിക്ക് ലജ്ജ വേണ്ട. എനിക്ക് ഞാൻ അനുഭവിച്ച ദൈവത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഒരു മടിയും ഉണ്ടാകുകയില്ല. കാരണം ഞാനത് അറിഞ്ഞതാ, ഞാനത് അനുഭവിച്ചതാ. ദൈവത്തിന് സ്തോത്രം. വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമ്മെ താങ്ങുന്നു. ആ കർത്താവ് നമ്മെ താങ്ങുന്നു. ഭാരത്തോടായിരിക്കുന്ന ദൈവപൈതലേ, നമ്മുടെ കണ്ണുകൾ ദിവസം അടച്ചാട്ടെ. ഒരു നിമിഷം നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, നാം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. അല്ലെ, വേദനിക്കുന്ന ചില ഹൃദയങ്ങൾക്ക് ഈ വചനം ഇന്ന് പകൽ ആശ്വാസമാ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ആ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചല്ലോ. ഹല്ലേലൂയ, എങ്ങനെയാകുമെന്ന് ഓർത്ത് വേദനിക്കുന്ന ചിലരോട് ഇതിനകത്തുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവമൊരുക്കിയ ചില സീബ, അല്ലെ ദൈവമൊരുക്കിയ ചില വ്യക്തികൾ നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയ കരുതലുമായി നടന്നു വരികയാ. നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന്റെ നേരെ, നിന്റെ തലമുറയ്ക്കു നേരെ, നിന്റെ ഭവനത്തിനു നേരെ ആ നന്മയുമായി കടന്നു വരികയാ. കഴിഞ്ഞ നാളുകളിൽ നീ പലരെ താങ്ങിയിട്ടുണ്ട്. നിനക്ക് ദൈവം ശേഷി തന്നപ്പോ പലരെ നീ താങ്ങിയിട്ടുണ്ട്. പലരുടെയും കണ്ണുനീര് നീ തുടച്ചിട്ടുണ്ട്. പലരുടെയും ഹല്ലേലൂയ ഭാരങ്ങൾ ഹല്ലേലൂയ നീ കണ്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ താങ്ങുവാൻ ദൈവം ചിലരെ ഒരുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൂതിന് മുമ്പിൽ വിശ്വസിച്ച അതിനൊന്ന് ആമേൻ പറയാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നു, താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. അനുഗ്രഹവും നന്മകളെ കൊണ്ട് നിറഞ്ഞ ഈ പകൽക്കാലം അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ താങ്ങുന്ന ഒരു യഹോവയെക്കുറിച്ച് ഇന്ന് പകൽ കേൾക്കുവാൻ, ഒന്നുകൂടെ അറിയുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. താവേ, ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളെ താങ്ങുന്നു എന്ന അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമേകുന്നതാണ്, ആശ്വാസം തരുന്നതാണ്. മറ്റുള്ളവരെ താങ്ങുവാൻ ഞങ്ങളുടെ കഴിവ് കൊണ്ടും ഞങ്ങളുടെ വാക്കുകൊണ്ടും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അതിനായി ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ ആർക്കും ഒരു ഭാരമായി തീരാതെ ദൈവകൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കും. എല്ലാ മഹത്വവും അവിടുത്തേക്ക് ഞങ്ങൾ അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറായണമേ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും
നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടനേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ച